ഈ വരാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്ന് MLA ആയി വിജയിച്ചു കയറുന്നത് ആരാണ് എന്നുള്ള ഉത്തരം പാലക്കാർ തന്നെ പറയും. നമുക്ക് അവരോട് അഭിപ്രായം അറിയാം. അതെ, നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും പാർട്ടിക്കാരെ ജയിപ്പിച്ചുകൊണ്ട് മാത്രമല്ല വേണ്ടത്. ഇനി വരുന്ന പാലായുടെ വികസനം, പാല ഇപ്പോഴുന്ന അവസ്ഥ നോക്കി, പാലായുടെ വികസനം വേണ്ടത്. പാല നന്നായിട്ട് പോകണം. പാല നന്നായിട്ട് പോയത് ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് ഗുണമുണ്ടാവുള്ളൂ. അതുകൊണ്ട് പാലായിലെ വിവരം വിദ്യാഭ്യാസം വ്യക്തി എന്ന രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നല്ല പറയുന്നത്, വികസനത്തിന് വേണ്ടിയിട്ട് ജോസ് കെ മാണി കാണണം. അപ്പോൾ ഇതിനു മുമ്പ് ഈ ജോസ് കെ മാണിയും അതുപോലെ തന്നെ മാണി കാപ്പനും ഇവർ രണ്ടുപേരും LDFിലും UDFിലും മാറി മാറി നിന്നിട്ടുള്ള ആളുകളാണ്. അതെ, പക്ഷേ ജോസ് കെ മാണി MLA ആയിട്ടില്ലല്ലോ. ജോസ് കെ മാണി MLA ആയിട്ടില്ല. അപ്പോൾ ഒരു മുന്നണി സംബന്ധിച്ചല്ല, അല്ലാതെ ജോസ് കെ മാണിയുടെ വ്യക്തിപ്രഭാവവും അതുപോലെ തന്നെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം ജോസ് കെ മാണി നിയമസഭയിൽ എത്തും എന്നുള്ളതാണോ വിശ്വാസം? ജോസ് കെ മാണി നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ മാറ്റം പാലായ്ക്കുണ്ടാവും. എത്തിക്കഴിഞ്ഞാൽ മാറ്റം പാലായ്ക്കുണ്ടാവും. ഈ കാണുന്ന പാലയല്ല, പാലായ്ക്ക് വ്യത്യാസം ഉണ്ടാവും. എത്ര നാളായിട്ട് ഇവിടെ ജോലിയാണോ അതോ? ഞാൻ 1.5 വർഷം ഇവിടെ ജോലി ചെയ്തു. 1.5 വർഷമായിട്ട്. നിലവിൽ പാലായിലെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ആര് ജയിക്കുമെന്നാണ്? നിലവിൽ ഞാൻ വിലയിരുത്തുന്നത് ജോൺ ജയിക്കുന്നല്ല. ഷോൺ ജോർജ് BJP സ്ഥാനത്ത് ജയിക്കും. ആയതുകൊണ്ട് പാലായിൽ ജോസ് കെ മാണി തീർച്ചയായും. അതെ. അപ്പോ RSSകാരൻ പറയുന്നത് ഇവിടെ ജോസ് കെ മാണി ജയിക്കുന്നത്. അതുകൊണ്ട് ഗുണമുണ്ടാവും, നാടിന് ഗുണമുണ്ടാവും. അപ്പൊ നിലവിലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പാലമടി വരെ പകുതിയാക്കി വെച്ചേക്കും. നിലവിലെ MLA അപ്പൊ പരാജയമാണോ നിലവിൽ? അതിനെപ്പറ്റി ഞാൻ ഒത്തിരി പറയാൻ ഞാനാണല്ലോ. അപ്പൊ നിലവിലെ MLA വീണ്ടും മത്സരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് 100-100 മാർക്കാണെങ്കിൽ പുള്ളി പുറകോട്ട. ഈ കക്ഷി വേണം നിലവിൽ ജോസ് കെ മാണി വേണം. അല്ല, മോള് ഇവിടെ ചവറ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആണോ? ഇവിടെ താമസിക്കുവാണോ നിങ്ങള്? ഇപ്പൊ നിലവിലൊരു പാലായില് വളരെ ഊർജ്ജസ്വലമായിട്ട് മറ്റൊരു മണ്ഡലത്തിലും കാണത്തില്ലാത്തതുപോലെ ഭയങ്കര തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്. എല്ലാ വിഷയ പ്രചരണത്തിലും അല്ല. ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് വിലയിരുത്തല്? ഇപ്പൊ കൂടെ പഠിക്കുന്ന പിള്ളേരുടെ മാതാപിതാക്കള് എല്ലാവരും നമ്മൾ 1 വർഷമായിട്ട് താമസിക്കുന്നതല്ലേ? ആർക്കാണ് ഒരു മുൻതൂക്കം കൂടുതൽ ഇവിടെ? ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് UDF വരുന്നത്. ഇത്തവണ ആര് നിയമസഭയിലെത്തും? പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയിട്ടുള്ള മണ്ഡലമാണ് പാല. പാലായിൽ എങ്ങനെയാണ്? ത്രികോണ മത്സരമാണോ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പാലക്കാർക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടോ? ഇന്നയാൾ നിയമസഭയിലെത്തും അല്ലെങ്കിൽ ഇത്തവണ എത്തിക്കും എന്നുള്ളത്? തീർച്ചയായിട്ടും ഇപ്രാവശ്യം ത്രികോണ മത്സരം ഇല്ലെന്ന് മാത്രമല്ല, ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ജോസ് കെ മാണിക്ക് വേണ്ടി മാത്രമുള്ള ഇലക്ഷനാണ്. ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ജോസ് കെ മാണി ആയിരിക്കും ഞങ്ങൾ എത്തിക്കുന്നത്. ഇക്കാര്യം തർക്കമില്ല, യാതൊരു തർക്കമില്ല. അത്ര കാര്യമാണ്. എന്താണ് ഒരു കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാജ്യസഭ MP എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങൾ ഇതൊക്കെ വോട്ടായി മാറും എന്നുള്ളതാണോ വിശ്വാസം? രാജ്യസഭ MP ആയിട്ട് നടത്തിയിരിക്കുന്ന വോട്ടായിട്ട് മാറുന്നുള്ള മാത്രമല്ല, ഇത്രയും കാലമായിട്ട് പാലായ്ക്ക് ഒരു MLA ഇല്ല. പാലായ്ക്ക് ഒരു MLA ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അതിൽ ഇതുവരെ കാണാത്ത സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ തന്നെ 3 മുന്നണികളും ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും പോരാട്ടവുമാണ് കാണുന്നത്. പാലായിൽ ഇപ്രാവശ്യം ആര് നിയമസഭയിലെത്തും? നിലവിലെ MLA മാണി കാപ്പനാണ്. അദ്ദേഹത്തിന് നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങൾ, അതുപോലെ രാജ്യസഭ MP ജോസ് കെ മാണി, ഷോൺ ജോർജ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. എങ്ങനെയാണ് പാലായിലൊരു മാറ്റം? പാലായിൽ കടനാട് പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ കടനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇവിടെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ത്രികോണ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാനില്ല. ഇവിടെ മൊത്തത്തിൽ ഏതാണ്ട് ഷോൺ ജോർജിന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ട് പാലായിൽ ത്രികോണ മത്സരമാണ്. സത്യമാണോ? ത്രികോണ മത്സരമൊന്നും പാലായില്ല. ഇല്ല. ആരൊക്കെ തമ്മിലാണ് മത്സരം? ഇപ്പം ജോസ് കെ മാണി മാണി കാപ്പനുമായിട്ടല്ലേ. പാലായിൽ ഇത്തവണ ആര് ജയിക്കും? ജോസ് കെ മാണി. അങ്ങനെയല്ലേ വേണ്ടുള്ളൂ. ഉറപ്പാണ് ജോസ് കെ മാണി ജയിക്കുന്നത്? എന്താ ഉറപ്പ് പറയാൻ കാരണം? ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥന അതാ, ജോസ് കെ മാണി ജയിക്കണമെന്ന്. ഇതിനു മുമ്പ് പലതവണ ജോസ് കെ മാണി നിന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെ കിട്ടാത്ത ഒരു സ്വീകാര്യത ഇപ്പോഴുണ്ട് എന്നൊരു തോന്നലുണ്ടോ? തോന്നുന്നുണ്ട്. ഉണ്ട്. രാജ്യസഭ MP ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ ചികിത്സ, അതുപോലെ തന്നെ അത്യാധുനിക മെഡിക്കൽ ലാബ്, സയൻസ് സിറ്റി, അങ്ങനെ ഒരുപാട് ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ യുവജനങ്ങളുടെ വോട്ട് കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടോ? കിട്ടുമോ? നന്മ ചെയ്യണമല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ ജനങ്ങൾ അത് അംഗീകരിക്കുന്നുള്ളൂ. അപ്പോൾ നിലവിൽ MLA വേണ്ടി ചെയ്യുന്ന ഒരാളെ ജനങ്ങൾക്ക് വേണം. അപ്പോൾ ആർക്കാണ് നിലവിൽ
ഇപ്രാവശ്യത്തിന് ബമ്പർ അടിക്കാൻ പോകുന്നത് അത് ഷോണിനാണോ അല്ലെങ്കിൽ കാപ്പനാണോ അല്ലെങ്കിൽ ജോസ് കെ മാണിക്കാണോ? ഇപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല. 3 പേരും കട്ടക്കട്ടെ. ഞങ്ങളിപ്പോൾ ഇതെടുക്കാതെ ഇപ്പം തന്നെ വിവരം അറിയാം. 3 മണിയാകുമ്പോഴത്തേക്കും. ഇത് നിലവിൽ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും കടയിൽ വന്നിട്ടുണ്ടായിരുന്നു? ആരും വന്നിട്ടില്ല. എല്ലാവർക്കും തിരക്കല്ലേ. അപ്പൊ ഒരു ആളുകൾ സാധാരണക്കാർ വന്ന് വിലയിരുത്തുന്ന അല്ലെങ്കിൽ സാധാരണക്കാരുടെ മൊത്തത്തിൽ അഭിപ്രായത്തിൽ പറയുന്നത് ഒന്നും പറയാൻ പറ്റുകയെന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പം ചേട്ടാ, നിലവിൽ കേരള സംസ്ഥാനം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് പാലാ നിയോജകമണ്ഡലം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ആരായിരിക്കും നിയമസഭയിലേക്ക് എത്തുക? പാലായിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോസ് കെ മാണി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, വികസനം ഇങ്ങോട്ട് ഒന്നും എത്തിയിട്ടില്ല. മാനസി കാപ്പൻ പറയുവാണെങ്കിൽ ഈ റോഡൊക്കെ റീടയർ ചെയ്യേണ്ട 12 വർഷം കഴിഞ്ഞു. ഈ റോഡൊക്കെ റീടയർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അത് റീടയർ ചെയ്യാതെ ചുമ്മാ ഉന്തും മൊഴിയായിട്ടൊക്കെ ചെയ്തേക്കുകയാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ 5 വർഷം ഒരു വികസനം വന്നിട്ടില്ല.